അത്രയധികം മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. എനിക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മോട്ടിവേഷന്റെ പീക്ക് ലെവലിൽ എത്തിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചതാണ്. എനിക്കത് ചെയ്തു. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കാനുള്ള കോൺഫിഡൻസും ഇനി എന്തൊക്കെ എന്നെ കൊണ്ട് സാധിക്കും, പിന്നെ എത്രത്തോളം സെൽഫ് കോൺഫിഡൻസ് എത്ര ഹൈയിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഹായ്, ഞാൻ ഫസ്ന. ഞാൻ എറണാകുളം ആലുവ സ്വദേശിയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ NS അക്കാഡമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് കോഴ്സുകൾ ചെയ്യുന്നത്. ഞാനതൊരു റീല് കണ്ട്, നിഷാന മാഡത്തിൻ്റെ റീല് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് NS അക്കാഡമിയിലേക്ക് ജോയിൻ ആയത്. 100% പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും എന്നൊരു ടൈറ്റിൽ കണ്ടിട്ടാണ് ഞാൻ ഈ അക്കാഡമിയിൽ ജോയിൻ ആവുന്നത്. ഫസ്റ്റ് അവർ വെബിനാർ അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്നുകൊണ്ട് കൂടുതൽ ഇംപ്രഷൻ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തേക്കുന്നത്. കൂടുതലും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ 100% ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു അക്കാഡമി ആയതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതലും ഇതിനകത്തേക്ക് ജോയിൻ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ കറന്റ്ലി ഗ്രാഫിക് ഡിസൈനിങ്സിന്റെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ കമ്പനീന്റെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഞാൻ എടുത്ത ഡിസിഷൻ ഇതുവരെ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ ക്ലാസ് കഴിയും തോറും അത് നന്നായിരുന്നു എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. എനിക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഓരോ ക്ലാസ് കഴിയും തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഇനി ഫ്രീലാൻസ് ആയിട്ട്